കേരളത്തിലും ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലും ഭീതി വിതച്ച മസ്തിഷ്ക വീക്കം വരുത്തുന്ന നിപ്പ വൈറസിനായുള്ള വാക്സിൻ പരീക്ഷണം മനുഷ്യരിൽ ആരംഭിച്ചതായി ഓക്സ്ഫോർഡ് സർവകലാശാല അറിയിച്ചു. മനുഷ്യരിൽ മാരകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന വൈറസിന് ഇതുവരെ വാക്സിൻ ഇല്ലായിരുന്നു. ഏകദേശം 25 വർഷം മുൻപ് മലേഷ്യയിലാണ് നിപ്പ ആദ്യമായി കണ്ടുപിടിച്ചത്. പിന്നീട് ഇത് ബംഗ്ലാദേശ്, ഇന്ത്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വാക്സിൻ ട്രയലിൽ ആദ്യമായി പങ്കെടുത്തവർക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വാക്സിന്റെ ഡോസുകൾ ലഭിച്ചു. ആസ്ട്രനിക്ക കോവിഡ്-19 വാക്സിൻ പരീക്ഷണത്തിന് ഉപയോഗിച്ച അതേ ടെക്നോളജിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ഉപയോഗിക്കുന്നത്. 51 രോഗികളുള്ള ആദ്യഘട്ട പരീക്ഷണം ഓക്സ്ഫോർഡിൽ നടക്കുമെന്നും 18 മുതൽ 55 വയസ്സുവരെയുള്ളവരിൽ വാക്സിന്റെ സുരക്ഷയും രോഗപ്രതിരോധ പ്രതികരണവും പരിശോധിക്കുമെന്നും യൂണിവേഴ്സിറ്റി പാൻഡമിക് സയൻസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വക്താവ് പറഞ്ഞു. ശേഷം നിപ്പ ബാധിത രാജ്യങ്ങളിൽ തുടർ പരീക്ഷണങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിപ്പയ്ക്ക് പകർച്ചവ്യാധി സാധ്യതയുണ്ട്. 2 ബില്യണിലധികം ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ കഴിയുന്ന പഴം തീനി വവ്വാലുകളിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതിനാൽ ഈ മാരക കൊലയാളി വൈറസിനെതിരായുള്ള വാക്സിൻ പരീക്ഷണം നിപ്പയെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളുടെ ഒരു ചുവടുവെപ്പാണെന്ന് കോയിലീഷൻ ഫോർ എപ്പിഡമിക് പ്രിപ്പയർഡ്നെസ് ഇന്നൊവേഷൻസിന്റെ എക്സിക്യൂട്ടീവായ ഡോക്ടർ ഇൻ ക്യൂയുൻ പറഞ്ഞു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വാക്സിൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷണം നടക്കുക. ഉയർന്നുവരുന്ന പകർച്ചവ്യാധികൾക്കെതിരായ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിന് പിന്തുണ നൽകുന്ന ആഗോള കൂട്ടായ്മയായ കോയിലീഷൻ ഫോർ എപ്പിഡമിക് പ്രിപ്പയർഡ്നെസ് ഇന്നൊവേഷൻസ് ഇതിനുള്ള ധനസഹായം നൽകുന്നു. 2022 മൊഡേണയും US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസുമായി സഹകരിച്ച് വികസിപ്പിച്ച നിപ്പ വൈറസ് വാക്സിന്റെ പ്രാരംഭഘട്ട ക്ലിനിക്കൽ ട്രയൽ ആരംഭിച്ചിട്ടുണ്ട്. 2018 മെയ് മാസത്തിലാണ് കേരളത്തിൽ നിപ്പ വൈറസ് ബാധ ഉണ്ടായത്. 18 പേരാണ് ആ സമയം വൈറസ് ബാധയേറ്റ് മരിച്ചത്. തുടർന്ന് മെയ് മാസത്തിലാണ് കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസിന്റെ സംക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട്ടുള്ള ചെങ്ങരോത്ത് എന്ന ഗ്രാമത്തിലായിരുന്നു പകർച്ചവ്യാധിയുടെ ഉറവിടം. ഇവിടെയുള്ള പഴം തീനി വവ്വാലുകളിൽ നിന്നാണ് രോഗം മനുഷ്യനിലേക്ക് പടർന്നത്. രോഗം ബാധിച്ച് മരിച്ച 17 പേർക്കും രോഗബാധ പടർന്നത് ആദ്യ നിപ്പ വൈറസ് ഇരയായ പേരാമ്പ്ര ചങ്ങരോത്ത് പഞ്ചായത്തിലെ മുഹമ്മദ് സാബിത്തിൽ നിന്നാണെന്ന് കേരള സർക്കാരിന്റെ പഠന റിപ്പോർട്ട് പറയുന്നു. വൈറസ് ബാധയെ തുടർന്ന് മരണപ്പെട്ട പേരാമ്പ്ര സ്വദേശികളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവരായിരുന്നു ഇവർ. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് ബാധിച്ചപ്പോൾ 6 പേർക്ക് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും 2 മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തു.